ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് മുറിച്ചത് ചന്ദനമരം തന്നെയെന്ന് സ്ഥിരീകരിച്ച് വനംവകുപ്പ്. വനംവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം. ഈ മാസം 9-നാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും ചന്ദനമരം മുറിച്ചു കടത്താൻ ശ്രമിച്ചത്. ഈ വാർത്ത പുറത്തുവിട്ടത് ജനം TV ആണ്. ഈ ജനം TV വാർത്ത ശരിവെക്കുന്ന രീതിയിലേക്ക് തന്നെയായിരുന്നു പിന്നീടുള്ള ഓരോ പ്രതികരണവും വന്നത്. എന്നാൽ ഈ കള്ളൻ കപ്പലിൽ തന്നെ എന്ന രീതിയിലുള്ള വിലയിരുത്തലും ഉണ്ടായിട്ടുണ്ട്. കാരണം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നാണ് ചന്ദനമരം മുറിച്ചു കടത്തിയത്. ഇത് ബന്ധപ്പെട്ടവർ അധികൃതർ അറിയാതെ എങ്ങനെ നടക്കുമെന്നുള്ള ചോദ്യം കൂടി പ്രസക്തമാവുകയാണ്. ദിലീപ് കുറ്റിച്ചൽ ചേരുകയാണ് വിശദാംശങ്ങളുമായി. ദിലീപ്, വനംവകുപ്പ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുത്തിയിരിക്കുകയാണ്. ജനം TV വാർത്തയിലാണ് ഇത്തരത്തിലുള്ള ഒരു ഫോളോ അപ്പ് ഉണ്ടായിരിക്കുന്നതിന് മറ്റു വിവരങ്ങൾ കൂടി. സുരേഷ് സൂചിപ്പിച്ച് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്തത് ജനം TV ആണ്. അതായത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും ചന്ദനമരം കടത്തിയത് അല്ലെങ്കിൽ ചന്ദനമരം മുറിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത ആദ്യം നൽകിയത് ജനം TV ആണ്. ഇത് സംബന്ധിച്ചുള്ള രേഖകൾ, അതായത് ഈ സമയത്ത് തന്നെ, അതായത് ദേവസ്വം ബോർഡിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ നിന്നായാലും ഇത്തരത്തിൽ മരം മുറിക്കുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് നിർദ്ദേശം നൽകണം. അതോടൊപ്പം തന്നെ ഇത്തരത്തിലൊരു യാതൊരു നിർദ്ദേശവും നൽകിയിട്ടില്ല. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് കമ്മീഷണറാണ് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകേണ്ടത്. പക്ഷേ ദേവസ്വം ബോർഡ് കമ്മീഷണർ പോലും ഇത്തരത്തിൽ മരം മുറിക്കുന്ന കാര്യം അറിഞ്ഞിരുന്നില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ടും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ മരം മുറിച്ചത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ഉള്ളൂർ കീഴിലുള്ള ആ ഒരു ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിലുള്ള ഈ മരമുറിയുമായി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയത്. അത് സംബന്ധിച്ച് അന്വേഷണം നടത്തി വനം വകുപ്പാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് ചന്ദനമരം തന്നെ എന്നൊരു സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢലക്ഷ്യം എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. നിലവിൽ ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ ദേവസ്വം വകുപ്പ് സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ തക്കതായ കാരണം കാണിക്കണം. സ്വാഭാവികമായിട്ടും അദ്ദേഹം പറഞ്ഞത് ചന്ദനമരമല്ല, ഈ അപകടാവസ്ഥ നിൽക്കുന്ന മരമാണ് എന്നടക്കമുള്ള ന്യായീകരണമാണ് അദ്ദേഹം നിർത്തിയത്. പക്ഷേ അത് അത്തരത്തിൽ യാതൊരു അപകടാവസ്ഥയും ആ ഒരു മരത്തിനോ അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത് മറ്റു കെട്ടിടങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ചന്ദനമരം അല്ലെങ്കിൽ ഏതൊരു മരമായിക്കോട്ടെ മുറിച്ചത് എന്നടക്കമുള്ള ഒരു ആക്ഷേപം ഉയർന്നിരുന്നു. എന്തായാലും ഇപ്പോൾ അത് വനം വകുപ്പ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്, ഇത് ചന്ദനമരം തന്നെ എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. സുരേഷ്.